ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു സ്നാക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമുള്ള സ്നാക്കാണ്. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കര ആദ്യം നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു 1.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇതിന് നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിൽ വല്ല കല്ലോ പൊടിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ സ്നാക്കിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 3/4 കപ്പാണ് ഈ റെസിപ്പിക്ക് വേണ്ടത്. അപ്പോൾ 3/4 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 3/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ്, ഒരു മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴം. അപ്പോൾ ഈ പഴത്തിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് വെച്ചാൽ ആ പഴം വെച്ചിട്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയെടുത്തിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മിക്സ് ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ലൂസാക്കി എടുക്കാം. ഒരുപാട് തിക്കാവാൻ പാടില്ല, ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ തിക്നെസ് മതിയാവും. ഇതാണ് കേട്ടോ ഈ മിക്സിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇത്രയും തിക്നെസ് മതിയാവും. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1-1.5 ടീസ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അത്രയും വെള്ളമാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വന്നത്. ഇനി ഈ ബാറ്റർ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള റോബസ്റ്റ പഴത്തിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 പഴമൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ പഴം ഇടയിൽ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളിതിൽ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ളതല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു, ഞാൻ ആ സമയത്ത് വിട്ടുപോയി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്കിത് വലിയ പണിയൊന്നുമില്ല, ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുള്ള ഒരു പ്ലേറ്റ് എടുക്കാം. അപ്പോൾ ഇതുപോലെ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി ഈ മിക്സ് നമുക്ക് ഈ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂനട്ടിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു സ്നാക്ക് വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 6-7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇത് വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. നന്നായി ചൂടാറി വന്നതിന് ശേഷം
നമുക്കത് പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ചൂടാറട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. അതിന് ശേഷം പുറത്തെടുത്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടേനും ഒരുപാട് ഹാർഡൊന്നുമല്ല. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ഈ അരിപ്പൊടിയും പഴമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്